നമസ്തേ. ദക്ഷ സൗണ്ട് ഹീലിംഗ് സ്റ്റുഡിയോ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൗണ്ട് ഹീലിംഗിൻ്റെ സിംഗിങ് ബൗളിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സൗണ്ട് ഹീലിംഗിൽ ഒരു 10 ടൈപ്പ് ഡിവൈസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ടിബറ്റൻ സിംഗിങ് ബോൾ എന്ന് പറയുന്ന ആ ഒരു ഉപകരണം. അതൊരു പാത്രത്തിൻ്റെ ഷേപ്പാണ്, ഒരു ബൗളിൻ്റെ ഷേപ്പാണ് ഉള്ളത്. അതിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം, അതുകൊണ്ടാണ് ഈ ആ പാത്രത്തിനെ സിംഗിങ് ബൗൾ എന്ന് പറഞ്ഞ് ആളുകൾ വിളിച്ചു കൊണ്ടുവരുന്നത്. ഈ സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ബുദ്ധ സന്യാസിമാരുടെ ഒരു മൊണാസ്ട്രികളിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അത് ഒരുപാട് നാളുകൾക്ക് മുന്നേ തന്നെ അവരിത് കണ്ടെത്തി, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പര്യവേഷണങ്ങളൊക്കെ നടത്തി വ്യക്തമായ രീതിയിലുള്ള കോഡിങ് എല്ലാം ചെയ്തിട്ടാണ് ഇത് രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് സിംഗിങ് ബോൾ നമുക്ക് കാണാം. ഇതാണ് ഒരു സിംഗിങ് ബോൾ. ഓക്കെ, ഇതിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അതാണ് നമ്മൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. സിംഗിങ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 7 ടൈപ്പ് മെറ്റലുകൾ ഉപയോഗിച്ചിട്ട് ഒരു സങ്കര മെറ്റലായിട്ടാണ് ഈ സിംഗിങ് ബോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് 7 ടൈപ്പ് മെറ്റൽ എന്ന് വെച്ചാൽ ഗോൾഡ്, സിൽവർ, കോപ്പർ, ടിൻ, മെർക്കുറി, അയൺ ആൻഡ് ലെഡ്. ഇതാണ് ഇത്തരം 7 ടൈപ്പ് മെറ്റലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സിംഗിങ് ബൗൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള സിംഗിങ് ബോളുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ സിംഗിങ് ബോളുകളൊക്കെ നമ്മൾ ഈ നമ്മളെ ശരീരത്തിലെ മനസ്സിനും ശരീരത്തിനും ഒക്കെ സാന്ത്വനപ്പെടുത്താനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരാം. സിംഗിങ് ബോളുകൾ ഡിഫറെൻറ്റ് ഷേപ്പിൽ, ഡിഫറെൻറ്റ് സൈസിൽ ഒക്കെ വരുന്നുണ്ട്. പല സൈസുകളിലും പല ഷേപ്പിലും ഒക്കെ വരുന്ന സിംഗിങ് ബോളുകളുണ്ട്. ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ആങ്സൈറ്റി കുറയ്ക്കാനും പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാനും, പിന്നെ ഇത് ഓവറോൾ നമ്മുടെ ഹോളിസ്റ്റിക് ഹീലിംഗ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിലൂടെ നമുക്ക് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡിവൈൻ കണക്ടിവിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതിലൂടെ. അതായത് ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ കഴിവുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ അടങ്ങിയിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇതിന് നമ്മൾക്ക് ഈ ഉറക്കത്തിൻ്റെ കുറച്ച് സ്റ്റേജുകളുണ്ട്. ഈ സ്റ്റേജുകളിൽ തീറ്റ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടുന്നത്. അതായത് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി ഒരു 7 വയസ്സ് പ്രായം വരെ, 7 വയസ്സും 2 മാസമൊക്കെ പ്രായം വരെ ആ കുട്ടിക്ക് ഒരു തീറ്റ സ്റ്റേജിലാണ് ആ കുട്ടി ഉണ്ടാകുന്നത്. അതായത് ആ കുട്ടി എല്ലാം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ജാഗരൂകനായിട്ടായിരിക്കും ആ കുട്ടി ഇരിക്കുക. അതുവരെ ആ കുട്ടി കണ്ടതും 7 വയസ്സ് വരെ ആ കുട്ടി കണ്ട കാര്യങ്ങളും ആ കുട്ടി മനസ്സിലാക്കിയ കാര്യങ്ങളും ആ കുട്ടി രുചിച്ചറിഞ്ഞ രുചികളും ടച്ചുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് റെക്കോർഡ് ചെയ്യും. ഓക്കെ, അതാണ് ആ കുട്ടിയുടെ ഒരു ജീവിതചര്യ അല്ലെങ്കിൽ ജീവിതമായിട്ട് പിന്നീട് മാറുന്നത്.
ഇത് നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈ കുട്ടികളെ നമ്മൾ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. നമ്മൾ കുട്ടികളായിരുന്ന കാലത്ത് നമ്മളുടെ മാതാപിതാക്കൾ ഒക്കെ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ അതായിട്ട് നമ്മൾ ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അത് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ അത് അങ്ങനെ അഭിനയിക്കുകയാണ് പിന്നെയുള്ള കാലഘട്ടത്തിലൊക്കെ ചെയ്യുന്നത്. അതിൽ കൂടെ നമുക്ക് ഉണ്ടാകുന്ന കർമ്മദോഷങ്ങൾ, കർമ്മഫലങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ റോങ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പിന്നീട് അത് ആക്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഈ കർമ്മഫലം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറഞ്ഞു തരുന്നതും ഇതൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു റേഞ്ചിനെ, ആ ഒരു സെറ്റിംഗ് ആണ് അത്. ഓക്കെ, ഇതിൽ ഒക്കെ ഒരു പരിവർത്തനം, അതായത് നമ്മൾ തെറ്റായി റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു പരിവർത്തനം കൊണ്ടുവന്ന് നമ്മളിലേക്ക് ഒരു നല്ല ഒരു ജീവിതം, ഒരു അതിസന്തോഷകരമായ ജീവിതം ഒക്കെ നമുക്ക് ലഭിക്കാനായിട്ട് ഈ സിംഗിങ് ബോൾ നമ്മളെ സഹായിക്കും. ഇപ്പം ഏത് തരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ സ്ട്രെസ് ലെവൽ കുറച്ച് കഴിയേണ്ടി, അല്ലെങ്കിൽ ആ ആങ്സൈറ്റി ലെവൽ കുറച്ച് കഴിയേണ്ടി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയൊരു നിലയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇതാണ് ഈ സിംഗിങ് ബോൾ നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു സ്ട്രെസ് ലെവല്, ആങ്സൈറ്റി ലെവൽ, ഇതൊക്കെ നമ്മൾക്ക് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാനും അത് അതിലൂടെ നമുക്ക് ജീവിതം മാറ്റാനും സാധിക്കുക എന്ന് പറഞ്ഞു. ഇത് മെയിനായിട്ട് നമ്മൾക്ക് വരുന്നത് ഒരു സ്ട്രെസ്സിൻ്റെ കേസുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവുന്നതാണ്. ടിബറ്റൻ സിംഗിങ് ബോളിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. മിക്കവാറും അത് ഓം എന്നുള്ള ഒരു ശബ്ദം, ആ ഓം എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ പാറ്റേണുകളാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് കിട്ടുക. ഈ പാറ്റേൺ ആണ് നമുക്ക് നമ്മളുടെ മനസ്സിന് ഒരു ശക്തിയും ധൈര്യവും സ്ട്രെസ് ലെവൽ റിഡ്യൂസ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ ശബ്ദത്തിലൂടെയാണ്. ശബ്ദം മാത്രമല്ല, ഇതിലൂടെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ ശബ്ദത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ആ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ആണ് ഈ പ്രോസസ്സിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. അതായത് നമ്മളുടെ ആ ഒരു തീറ്റ സ്റ്റേജ് ഓപ്പൺ ആവാൻ നമുക്ക് സാധിക്കുന്നത്. മാത്രമല്ല നമ്മുടെ 7 ചക്രകളിൽ ചക്ര എൻഹാൻസ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ നമ്മളെ കാതിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് എല്ലാ ദിവസവും, എല്ലാ നേരവും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളാണ് നമ്മളെ ഇന്നർ വോയിസ് ആയിട്ട് പറയപ്പെടുന്നത്. അതിലുണ്ടാകുന്ന വൈബ്രേഷനാണ് നമുക്ക് കിട്ടുന്ന ഇമോഷൻസ്. അപ്പം മനസ്സിലാക്കണം, ഇന്നർ വോയിസ് ആണ്, ചിന്തകളാണ് നമ്മുടെ ഇന്നർ വോയിസും, അതായത് ചിന്തകളാണ് നമ്മുടെ ഉള്ളിലുള്ള ശബ്ദം, ഇമോഷനാണ് അതിൻ്റെ വൈബ്രേഷൻ. ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾ മൂലം നമുക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയാണ്. അതെന്താണ്? നമ്മുടെ ഇമോഷനാണ്. ഓരോ ഇമോഷനുകളും ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മളുടെ ചിന്തകളാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.